അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എവിടെയാണ് ടേൺ ചെയ്യേണ്ടത്, എവിടെയാണ് വളവ്, എവിടെയാണ് ഐലൻഡ്, ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഫ്ലൈ ഓവർ എങ്ങനെ വന്ന് ഇറങ്ങണം എന്നിപ്പോഴില്ല. ഫ്ലൈ ഓവർ അങ്ങ് പണിയുന്നു എന്നുള്ളത് നമ്മൾ എറണാകുളത്ത് പോയി നോക്കിയാൽ എറണാകുളത്ത് വൈറ്റിലൊരു ഫ്ലൈ ഓവർ ഉണ്ട്, അടിയിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തൂണുകൾ ഇരിക്കുന്ന കണ്ടാൽ ആ വഴി ഒരു വണ്ടി താഴെ. ഈ അടുത്ത കാലത്ത് വയറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു വലിയ ശ്രമം നടത്തി. 1.5 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് വയറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഈ തൂണുകൾ അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ച്. അപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ എന്ത് സംഭവിക്കും? താഴെ ഭയങ്കര കുഴപ്പം സംഭവിച്ചു, ആകെ കുരുക്കായി. ഈ പാലത്തിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും, മേളിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന താഴെ ഭയങ്കരമായ കാണാം. ഇവിടെ നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിൽ പോയി നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അതിന് എങ്ങും തിരിയാനൊക്കില്ലാണ്. തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അതിൽ ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ തൂണ് പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാലേ ഈ കുരുക്കൊഴിഞ്ഞ്. ഇപ്പൊ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ്. താഴെ മൊത്തം സിമെന്റ് ഇട്ട് ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി തിരിയില്ല, ബസ് തിരിയാൻ പറ്റില്ല, കാറ് തിരിയാൻ പറ്റില്ല, അങ്ങനെ ആകെ കുഴപ്പമാണ്. അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതാണ് പ്ലാനിങ്ങിൽ. അപ്പം ഞാൻ പറയുന്നത് സിവിൽ വിഭാഗവുമായി ബന്ധപ്പെടുത്തി റോഡ് ഡിസൈനിങ് ഓട്ടോമൊബൈലിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്ന ഒരു വണ്ടി എന്ത് റേഡിയസിൽ തിരിയും, ഏത് കർവിലാണ് തിരിയാൻ പറ്റുന്നത്, അപകടമില്ലാതെ തിരിയുന്നത്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് തുടങ്ങുക. സിവിലിൻ്റെ തന്നെ ഓട്ടോമൊബൈൽ ഈ ട്രാഫിക് ഡിസൈനിങ്. എൻ്റെ മകൻ പഠിച്ചത് ഈ ട്രാഫിക് ഡിസൈനിങ്ങും ഓട്ടോമൊബൈൽ ഡിസൈനിങ്ങും. അവൻ ലണ്ടനിൽ പോയാണ് പഠിച്ചത്. അവിടെ ആ കോഴ്സ് ഉണ്ട്, ഇവിടെ ഇല്ല. നമ്മൾ അത്തരത്തിലുള്ള കോഴ്സ് കൂടാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ പഠിച്ചതല്ല. അവൻ പഠിച്ച ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാഫിക് ഡിസൈനിങ് ആണ്. ഇത് ഞാൻ പറയുന്നതല്ല. സിവിൽ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം PWDയിൽ ജോലി കിട്ടുന്ന ഒരാൾ, ആ വ്യക്തിക്ക് എന്ത് വന്നാലും റോഡ് ഡിസൈൻ ചെയ്യുന്നതെങ്ങനെ അറിഞ്ഞുകൂടെ? ഇപ്പം ഉള്ള റോഡിനെ ടാർ ചെയ്യുക, അവിടെ കടയെല്ലാം പൊളിക്കുക, വീതി കൂട്ടുക, അങ്ങനെ പോവുക. അപകടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ട് ഞങ്ങളെ പരിശോധിച്ചപ്പോൾ ഈ പുതിയതായി പണിത റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സ്പോട്ട് വരുന്നത്. 6 ബ്ലാക്ക് സ്പോട്ടൊക്കെ ഒരു സ്ഥലത്ത് പുതുതായി പണി കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കാനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മദ്രാസിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവിടെ ഒരു വലിയ ഫ്ലൈ ഓവർ കാണാം. ഏറ്റവും മനോഹരമായ